I welcome you all to this session, dear friends. So as you all know, live session this is our week 2 live session, and we're dealing with conversation in English, and ella friends njan swagatham cheyunu. So I believe you'll really be interested in learning more about conversations, right? So let's begin. We begin with this content. നമ്മളിപ്പോൾ ഒരാളെ കാണുവാണ്, മീറ്റിംഗ് എ പേഴ്സൺ ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ഒരാൾ നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്. നമ്മളപ്പോൾ എന്തായിരിക്കും അവരോട് ചോദിക്കുന്നത്? എന്ത് ചോദ്യമായിരിക്കും നമ്മൾ അവരോട് ചോദിക്കുന്നത്? എനി ഐഡിയ? നമ്മൾ ആദ്യം അവരെ കാണുമ്പോൾ എന്തായിരിക്കും നമ്മുടെ റിയാക്ഷൻ? നമ്മൾ അവരെ കുറിച്ച് എന്തായിരിക്കും അറിയാൻ ആഗ്രഹിക്കുന്നത്? യെസ്, നമ്മൾ അവരുടെ പേരാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? റൈറ്റ്. ഇപ്പോൾ നമുക്ക് ഫാദറിന്റെ പേര് അറിയണം, ഒരാളുടെ ഫാദറിന്റെ പേര് അറിയണം. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം? അഥവാ മദറിന്റെ പേര് അറിയണമെങ്കിൽ വാട്ട്സ് യുവർ മദേഴ്സ് നെയിം? ഇപ്പോൾ നമ്മുടെ വേറെ ഒരാളുടെ ബ്രദറിന്റെ പേരാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വാട്ട്സ് യുവർ ബ്രദേഴ്സ് നെയിം? ആൻഡ് ഇഫ് യു വാണ്ട് ടു നോ അബൌട്ട് സംവൺ സിസ്റ്റർ, യു ആസ്ക് വാട്ട്സ് യുവർ സിസ്റ്റേഴ്സ് നെയിം? സോ what is your father's name എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യരുത്. What's your father's name? What's your mother's name? What's your brother's name? What's your sister's name? ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. So I hope it's clear. Okay. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യമാണ്, I'm fine, thank you. അങ്ങനെ ഒരു മറുപടി അതിന് കൊടുക്കണം, അങ്ങനെ ഒരു ആൻസർ അതിന് വരണം. എങ്കിൽ പിന്നെ ഏത് രീതിയിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നത്? What will be your question? How are you? How are you? Yes, how are you? I'm fine, thank you. I'm fine, thank you. Okay, now next session. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്തായിരിക്കും? നമുക്കിപ്പോൾ ഒരാളുടെ ഏജ് അറിയണം. ഒരാളുടെ ഏജ് അറിയണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചോദിക്കുന്നത്? How old are you? How old are you? So what will be your answer? I'm 5 years old. I'm 6 years old. I'm 20 years old. And yes, I'm 15 years old. Like that. Okay, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Where do you live? Where do you live? ഇപ്പോൾ ഇതിന് രണ്ട് ആൻസേഴ്സ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നമ്മളൊരു വാസ്റ്റ് പ്ലേസിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻ ഉപയോഗിക്കാം. ഇൻ ആസ് പ്രപ്പോസിഷൻ. സോ I live in Dubai. I live in കോഴിക്കോട്. I live in പാലക്കാട്. അങ്ങനെ. ഇപ്പോൾ ചെറിയൊരു ലൊക്കാലിറ്റിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ I live at Dera Street, or I live at Gandhi Road, I live at Patel Road. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. വെരി ക്ലോസ് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ നിയർ ബൈ അടുത്ത് താമസിക്കുകയാണെങ്കിൽ I live near the airport. നിയർ ഉപയോഗിക്കാം. ഓക്കെ, I live opposite to the shopping mall. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ്, നമുക്ക് പല പ്രപ്പോസിഷൻസ് ഇവിടെ ഉപയോഗിക്കാൻ കഴിയും. അത് വെച്ച് നമുക്ക് നമ്മുടെ ലൊക്കാലിറ്റി, നമ്മൾ താമസിക്കുന്ന ഏരിയയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? What do you think this picture is all about? It's about a father and a child, right? So ഫാദറിന്റെ ഡീറ്റെയിൽസ്, ഫാദർ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ എന്ത് ചോദ്യമായിരിക്കും നമ്മൾ ചോദിക്കേണ്ടത്? ഫാദർ ഇപ്പൊ ഫാദറുമായിട്ട് ഒരു കുട്ടിയുടെ ഫാദറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചോദിക്കുന്നത്? യെസ്, അമീൻ, വുഡ് യു ലൈക്ക് ടു ആൻസർ? പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അമീൻ, വുഡ് യു ലൈക്ക് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? ഫാദറിന്റെ എന്താണ് ഒരാളുടെ ഫാദർ ചെയ്യുന്നത് എന്ന് പറയാൻ നമ്മൾ എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്? യെസ്, what is your father? What is your father? അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ആൻസർ? what is your father? അതിന്റെ ആൻസർ എന്തായിരിക്കും? My father is a doctor. My father is an engineer. ഇപ്പോൾ a doctor എന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ആൻ ചേർക്കും. അത് എന്താന്ന് വെച്ചാൽ ഇതൊരു കോൺസണന്റ് ആണ്. ഓക്കെ, ഡി ഈസ് എ കോൺസണന്റ് ആൻഡ് ഇ ഈസ് എ വവൽ. സോ വവൽ വരുമ്പോൾ നമ്മൾ ആൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആർട്ടിക്കിൾ ചേഞ്ച് ആവും. ഓക്കെ, മൈ ഫാദർ ഈസ് എ ടീച്ചർ. മൈ ഫാദർ ഈസ് എ പ്രൊഫസർ. മൈ ഫാദർ ഈസ് എ പൈലറ്റ്. കറക്റ്റ്. സോ അപ്പോൾ ഇങ്ങനെ നമുക്ക് പല പ്രൊഫഷൻസിനെ ചേർത്ത് പറയാൻ കഴിയും. റൈറ്റ്? ഓക്കെ, ഇപ്പോൾ നമുക്ക് പലർക്കും ഹോബീസ് ഉണ്ട്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എസ്പെഷ്യലി
നമ്മളൊരു ഇൻട്രൊഡക്ഷൻ, നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട്സ് എ ഹോബി? വാട്ട്സ് എ ഹോബി? അപ്പൊ നമ്മുടെ ഹോബി എന്താണ്? വാട്ട്സ് എ ഹോബി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ആൻസർ? വോയിസ് voice പറ്റും. Okay, if you want you can talk. Okay, I'll ask you to unmute, no problem. If you want to talk, if you want to speak, you're welcome. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ആവല്ലേ, isn't it? Okay, what is your hobby? What's your hobby? My hobby is reading. My hobby is Reading. Very good. My hobby is reading. Excellent. My hobby is playing cricket. Oh, great answer. Very nice answer ആണ്. I mean, very well done. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ, നമുക്കിപ്പോൾ ഒറ്റ ഹോബി ഉണ്ടെങ്കിൽ നമുക്കിപ്പം അമീൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ ഹോബീസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത്? My hobbies are reading and gardening and fishing. Excellent. My hobbies are reading, gardening and fishing. Very nice hobbies. Extremely good. Very good answer. Okay, നമ്മൾ ആൻഡ് അവസാനം ചേർത്താൽ മതി. കോമ ഇട്ട് നമുക്ക് എത്ര ഹോബീസ് വേണേലും പറയാം. Very good answer. Very well tried. Really working hard. I'm so proud of you, Amin. Very well answered. So ഇവിടെ നമ്മൾ പിക്ചറിനെ ഇത് കൺസിഡർ ചെയ്ത് നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്നത് my hobby is playing cricket. Yes, correct. Okay. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കാണും, ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും അവരോട് ചോദിക്കാൻ, in which college do you study? അപ്പോൾ എന്തായിരിക്കും എന്റെ ആൻസർ? You can unmute and speak. ഏത് കോളേജിലായിരിക്കും നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത്? I study in, ഇവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണ്, I study in IIT Delhi. Yes, you can speak. I study in JDT IGNOU College Center. Okay, great. Okay, I study in, നമ്മൾ ഏത് കോളേജാണ് ആ കോളേജിന്റെ പേര് സ്റ്റഡി. I study in a government college. That's correct answer. I study, you can name the college and you can tell it. You can even name the locality. നമുക്ക് എവിടെയാണ് ആ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അതും നമുക്ക് പറയാം. ഓക്കെ, സോ ദിസ് വിൽ എൻഹാൻസ് യുവർ കോൺഫിഡൻസ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനും നിങ്ങളുടെ കോൺവെർസേഷനും കുറെ കൂടെ എഫക്റ്റീവ് ആയിരിക്കും. വെരി ഗുഡ് പ്രോഗ്രസ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിവിടെ 3 കുട്ടികളെയാണ് കാണുന്നത്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? ഹൗ മെനി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഡു യു ഹാവ്? ഓക്കെ, ഇപ്പൊ ഇതിൽ ഓരോരുത്തരും ഓരോ ആൻസർ ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ? ഓരോരുത്തരുടെ ആൻസർ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഈ പെൺകുട്ടിയുടെ ഉത്തരം എന്തായിരിക്കും നമുക്ക് നോക്കാം. ഈ പെൺകുട്ടിയുടെ ആൻസർ എന്തായിരിക്കും? ഹൗ മെനി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഡു യു ഹാവ്? ഈ പെൺകുട്ടിക്ക് ഇപ്പം എത്ര ബ്രദേഴ്സ് ഉണ്ട്, എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? Can anyone answer? ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 2 ബ്രദേഴ്സ് ആണുള്ളത്. അപ്പൊ ഈ പെൺകുട്ടി എന്ത് പറയും? I have 2 brothers. പറഞ്ഞോ. യെസ്, ഇപ്പോൾ ഈ ആൺകുട്ടി എന്തായിരിക്കും ആൻസർ പറയുന്നത്? Try. Yes, you can. Yes, ഈ ആൺകുട്ടി എന്തായിരിക്കും പറയുന്നത്? I have a brother and sister. Yes, I have a brother and a sister. Very good, very well answered. ഇതും ഈ കുട്ടിക്കും അതേ ആൻസർ ആയിരിക്കും അല്ലേ? I have a brother and a sister. ഇപ്പോൾ നമ്മുടെ ചോദ്യം വേറെയാണ്. How many siblings do you have? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇതിൽ ആരോടെ ചോദിച്ചാലും അവരുടെ ഒരേ ആൻസർ ആയിരിക്കും. അതെന്തായിരിക്കും? ഇപ്പോൾ പെൺകുട്ടിയുടെ വെരി ഗുഡ്, I have 2 siblings. ഇപ്പോൾ ഈ കുട്ടിയോട് ചോദിക്കുകയാണ് I have 2 siblings, a brother and a sister. ഇപ്പൊ ഈ പെൺകുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ I have 2 siblings, both are brothers. രണ്ടുപേരും ബ്രദേഴ്സ് ആണ്. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ആൻസേഴ്സ് ചേഞ്ചസ് വരും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? വിത്ത് പ്രാക്ടീസ്. കറക്റ്റ്. ഇപ്പൊ നമ്മളെല്ലാവരും ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാറ് ഉണ്ട്, നമ്മൾ കയറിയിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മളതിൽ വർക്ക് ചെയ്യണം, നമ്മളത് ചെയ്തേ പഠിക്കത്തുള്ളൂ. അതുപോലെയാണ് ഇംഗ്ലീഷ് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ഇംഗ്ലീഷ് നമ്മുടെ ടങ്കിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടെ പറയണം, കൂടെ ഉറക്കെ പറയണം. Okay, so I think many of you are practicing and I'm very happy about it. Very good. So idana inde answers. I have a brother and a sister. I have 2 brothers. I have 2 siblings. Very good. Yes. Now, this is, what sort of a question can you ask in this part? എന്ത് ചോദ്യമായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്നത്? ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? When do you wake up?
Very good. When do you wake up? When do you wake up? ഇപ്പോൾ ഞാൻ ഇത് വേക്കപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും എഴുന്നേൽക്കുന്നതാണ്. പക്ഷെ നമ്മൾ ചിലപ്പം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് നമ്മൾ എന്തായിരിക്കും പറയുന്നത്? എന്ത് ചോദ്യമായിരിക്കും? When do you get up? Yes, correct. When do you get up? So, when do you wake up? When do you get up? You can answer this. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെയായിരിക്കും? I wake up at 6 o'clock. Yes, very good. I wake up at 6 o'clock. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പിക്ചറിൽ ഒരു 6:30 ആണ്. അപ്പോൾ നമുക്ക് പറയാം I wake up at 6:30. I wake up at 6:30 a.m. അങ്ങനെ നമുക്ക് പറയാം. Very good. Very well answered. So when do you wake up ആണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. ഇവിടുത്തെ wake up and ഇവിടെ when do you get up? Correct. Okay, so I mean I want to congratulate you for answering most of the questions correct. Really doing very good, great effort. We really want to congratulate you, Amin. Keep up the effort. Okay, very nice efforts. My name is Amin. How are you? I study in the university in Delhi. What's going on? I'm 20 years old. I'm from Kollam. And what's your father? These questions, our first practice session, the answers are either really well done. Keep it up. Okay. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. What's your qualification? ഇപ്പോൾ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് what's your qualification? നമ്മുടെ പഠിത്തം എവിടെയായി? ഇപ്പോൾ നമ്മുടെ ആൻസർ ആയിരിക്കും I have completed my 10th standard. ഇപ്പോൾ നിങ്ങളുടെ വേറെ ഒരു സിറ്റുവേഷൻ ആണ്, നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിക്കുകയാണ്, അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നേ? Can you try? Yes. I am a postgraduate in English. Excellent. Okay, I'm a postgraduate in English. I have completed my degree. Excellent answers. Very good. ഇത് കൂടാതെ നമുക്ക് I have completed my 12th standard. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹയർ സ്റ്റഡീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പറയാം I am pursuing my engineering degree. I am pursuing my PhD in photonics. അങ്ങനെ നമുക്ക് ഏതൊരു ടോപ്പിക് വേണേലും, നമുക്ക് ഏതൊരു സബ്ജക്ട് വേണേലും pursuing എന്ന വേർഡ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, so you're learning a new word, pursuing. Okay, ഇതുവരെ നമ്മൾ completed എന്ന് മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ pursuing, ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. Is that great? Right? Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What's the time by your watch? ഇപ്പൊ നമുക്ക് പിക്ചർ സ്ക്രീനിൽ ഒരു സമയം കാണാം. ആർക്കെങ്കിലും അതിന്റെ കറക്റ്റ് ആൻസർ പറയാൻ പറ്റുമോ? What's the time by your watch? It's 10:05. Okay, it's 10:05. You can say AM or PM. It's 10:05 AM or PM. Very good. Okay, 10 AM and 5 minutes. Okay, that's great answering. Okay, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കസ്റ്റമർ കെയറിൽ നമ്മൾ വിളിക്കുമ്പോൾ എന്തായിരിക്കും നമ്മളോട് അവർ ചോദിക്കുന്നത് ഇങ്ങോട്ട് how may I help you? How may I help you? അപ്പൊ നമുക്ക് എന്തെങ്കിലും പറയണം, അങ്ങോട്ട് പറയണം, നമ്മൾ എന്ത് പറയാൻ പറ്റും? Could you please send me a brochure? Okay, നിങ്ങൾ എനിക്ക് ഒരു brochure send ചെയ്യാമോ? Could you please tell me when will I get that item? Right? When will I get my product? അങ്ങനെ നമുക്ക് ചോദിക്കാം. ഇത് കൂടുതൽ നമുക്ക് അവരോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, ഇല്ലേ, കസ്റ്റമർ കെയറിൽ. അപ്പോൾ അവർ എപ്പോഴും നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഹൗ മേ ഐ ഹെൽപ്പ് യു? അപ്പോൾ നമുക്ക് എന്താണ് ഹെൽപ്പ് വേണ്ടി അത് നമ്മൾ അവരോട് അങ്ങോട്ട് പറയുക. ഹൗ മേ ഐ ഹെൽപ്പ് യു? റൈറ്റ്. ഇതൊന്ന് പ്രൊനൗൺസ് ചെയ്ത് പറയാൻ പറ്റുമോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറയാൻ പറ്റുമോ? How may I help you? Yes, how may I help you? Very good. നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇമോഷൻസ് ചേർത്ത് ചോദിക്കുക. ഓക്കെ, ഇമോഷൻസ് ചേർത്ത് ചോദിക്കുമ്പോൾ അത് കുറെ കൂടെ എഫക്റ്റീവ് ആവും. വെരി ഗുഡ്. ഓക്കെ, ഈ ചോദ്യം ഒന്ന് വായിക്കാം. What's your hobby? What's your hobby? Correct. What's your hobby? What's your hobby? ഓർക്കെ പറഞ്ഞോ, what's your hobby? What's your hobby? Have you made partners? Yes, very good. നിങ്ങൾ എല്ലാവരും പിന്നെ പാർട്ട്നേഴ്സ്, നിങ്ങളെ ലാംഗ്വേജ് പഠിക്കാൻ ഒരു പാർട്ട്ണറിനെ സെർച്ച് ചെയ്യുക, എന്നിട്ട് വീട്ടിൽ നിങ്ങൾ ഉറക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓൾ റൈറ്റ്. ഇപ്പൊ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ്, ഒരാളോട് നമുക്കിപ്പോ ഫേവറേറ്റ് പ്ലേസിനെ കുറിച്ച് ചോദിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചോദ്യമായിരിക്കും ചോദിക്കുന്നത്? Which is your favorite place? Yes, which is your favorite place? Very good. Which is your favorite place? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? My favorite place is, yes, what's your favorite place will also go fine. What's your favorite place? Correct answer.
Ooty. Okay, my favorite place is Ooty. My favorite place is Kodaikanal. My favorite place is Goa. My favorite place is അടുത്തുള്ള ഒരു cafe നമുക്ക് പറയാം. Okay, അല്ലെങ്കിൽ നമുക്ക് KFC എന്ന് പറയാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം നമുക്ക് പറയാം. Great. ഇനിയിപ്പം പലപ്പോഴും നമ്മൾ ആൾക്കാരെ കാണും, നമ്മൾ അവരുമായിട്ട് സംസാരിക്കും, നമുക്ക് അവരുടെ മൊബൈൽ നമ്പർ ആവശ്യമായിരിക്കും. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചോദിക്കുന്നത്? Can someone read this out? May I have your mobile number, please? May I have your mobile number, please? Okay, what's your mobile number? അതും ചോദിക്കാം. May I have your mobile number, please? എന്ന് കുറെ കൂടെ നമുക്ക് എറ്റിക്കേറ്റ്സിലൂടെ ചോദിക്കാം. കറക്റ്റ് ആൻസർ എന്തായിരിക്കും? എന്തായിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? What's your mobile number? നമ്മുടെ മൊബൈൽ നമ്പർ എന്താന്ന് ഒരാൾ നമ്മളോട് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ആൻസർ? Yes. May I have your mobile number, please? അപ്പോൾ നമ്മുടെ ആൻസർ yes ആണെങ്കിൽ yes, my mobile number is and നമ്മുടെ നമ്പർ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ no, I'm sorry എന്ന് നമുക്ക് പറയാം. Okay. May I have your mobile number, please? May I have your mobile number, please? Can repeat like that. Okay. Okay. ഇനി നമ്മൾ വേക്കപ്പ് പഠിച്ചു. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? When do you go to sleep? When do you go to sleep? നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? When do you go to sleep? When do you go to sleep? So the answer is I go to sleep at 11 o'clock. I go to sleep at 10:30. Or I go to sleep at 10 o'clock. നമ്മൾ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? ആ സമയം നമ്മൾക്ക് അങ്ങനെ പറയാം. Great. Okay. Now, നമ്മൾ ഒരാളെ കണ്ടു, നമ്മൾ അവരുടെ പേര് ചോദിച്ചു, അവരെവിടാ താമസിക്കുന്നത് നമുക്കറിയാം. Where do you live എന്ന് നമ്മൾ ചോദിച്ചു. ഇപ്പോൾ അവരുടെ പ്രോപ്പർ ഒരു അഡ്രസ് വേണം, നമുക്ക് ആ അവരുടെ വീട്ടിൽ പോകാനാണ് എങ്കിൽ നമ്മൾ എന്താ ചോദിക്കുന്നത്? Could you tell me the address? Could you tell me the address? ഇപ്പോൾ നമുക്ക് can you tell me the address എന്ന് ചോദിക്കാം. May I tell you, can you tell me the address? Or may I know your address എന്ന് ചോദിക്കാം. പക്ഷെ the best and the most polite way, ഏറ്റവും പൊളൈറ്റ് ആയിട്ട് നമുക്ക് ഒരാളോട് ഒരു കാര്യം ചോദിച്ചെടുക്കണേ, അത് അവരെ കൊണ്ട് സാധിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഈ മാജിക്കൽ വേർഡ് could ഉപയോഗിക്കാം. ഓക്കെ, could നമ്മൾ പലരും പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ്സ് നോട്ട് കറക്റ്റ്. could നമുക്ക് പ്രസന്റിലും ഉപയോഗിക്കാം. ഓക്കെ, സോ ഇതൊരു മാജിക്കൽ വേർഡ് ആണ് could. ഏതൊരു വർക്ക് നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഏത് വേർഡാണ് ഉപയോഗിക്കേണ്ടത്? could. Could you tell me the address? അപ്പോൾ നമ്മൾ ആരോടും ചെന്ന് അഡ്രസ് ചോദിക്കുകയാണെങ്കിൽ അവർ നമ്മളോട് എന്തായിരിക്കും പറയുന്നത്? Yes, go straight. You may go straight. Okay, or you may go right, or you may go left. അവർ അങ്ങനെ നമ്മളോട് പറയും. അല്ല ഇപ്പൊ അവർക്ക് അറിയത്തില്ലെങ്കിൽ I'm sorry, I don't know എന്നായിരിക്കും അവരുടെ റിപ്ലൈ. So this is how you ask a question. Okay, ഇനിയിപ്പോ സ്ക്രീനിൽ കാണുന്നത് ഒരു പ്രത്യേക ക്വസ്റ്റ്യൻ ആണ്. What is your marital status? നിങ്ങളുടെ marital status എന്താണ്? മീൻസ് നിങ്ങൾ മാരീഡ് ആണോ അതോ മാരീഡ് അല്ലയോ എന്നൊക്കെയാണ് ചോദ്യം. ഇപ്പോൾ സാധാരണ മാരീഡ് ആണെങ്കിൽ നമ്മൾ പറയും യെസ് ഐ എം മാരീഡ്. ആൻഡ് അല്ലെങ്കിൽ നമ്മൾ പറയും ഐ എം നോട്ട് മാരീഡ് ഓർ ഐ എം അൺമാരീഡ്. അത് ശരിയല്ല. ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? ഐ എം സിംഗിൾ. ഐ എം സിംഗിൾ. ഓക്കെ, സോ വാട്ട് ഇസ് എ മാരിറ്റൽ സ്റ്റേറ്റസ് എന്ന് ചോദിച്ചാൽ ഐ എം സിംഗിൾ or I'm married. Sometimes you can say I'm divorced, or sometimes you can say we are separated. അങ്ങനെ നമുക്ക് പല സ്റ്റേറ്റസ് കാണും. സോ most common mistake here is I'm single എന്നാണ് പറയേണ്ടത്. നമ്മൾ മാരീഡ് അല്ലെങ്കിൽ I'm single എന്ന് തന്നെയാണ് പറയേണ്ടത്. Okay, these are questions that come in the resume. Okay, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി ഒരു ചോദ്യമാണ്, ഡു യു ബിലീവ് ഇൻ ഗോഡ്? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നു? അപ്പോൾ നമ്മുടെ ആൻസർ യെസ് എന്നാണ്. യെസ് ഐ ഡു. ഡു യു ബിലീവ് ഇൻ ഗോഡ്? ഡു യു ബിലീവ് ഇൻ ഗോഡ്? ആ രീതിയിലായിരിക്കും ആ ചോദ്യം ചോദിക്കേണ്ടത്. ഡു യു നമ്മൾ ചില ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കും. ഓക്കെ, ഹൗ മെനി മെമ്പേഴ്സ് ആർ there in your family? ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? How many members are there in your family? Can someone try? How many members are there in your family? ഇതിൽ എത്ര മെമ്പേഴ്സ് നമുക്ക് കാണാം? അല്ലെ, നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് പറയാം there are 4 members in my family. Okay, there are 3 members in my family. There are 2 members in my family, or there are 5 members in my family. There are 10 members in my family. It depends on the number. You can easily say that.
Okay, I have father, mother, and 2 sisters. Okay, so you can tell the members of about, you can tell in detail about your family, or you can just number them also. Great. So here you have the answer. There are 4 members in my family. Now you have another question. Okay, what's your question? What are your plans for tomorrow? നാളെ നിങ്ങളുടെ പ്ലാൻ എന്താണ്? നാളത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. What are your plans for tomorrow? ഇപ്പോൾ എന്തൊക്കെ പ്ലാൻസ് ഉണ്ട്? ഒന്ന് കേൾക്കട്ടെ. എന്തൊക്കെയാണ് പ്ലാൻസ് നമ്മുടെ? I have to attend an online class. Okay, tomorrow I have to attend an online class. In the afternoon, I have to go and meet my friends, or I have to read a book. Any other? In the evening, I'll be writing some notes. Okay, I have to go for a movie. Very good. What else you can say? What are your plans for tomorrow? Plans and all other. I have to write a letter. I have to send an email. അങ്ങനെ നമുക്ക് പല പ്ലാൻസ് കാണും, റൈറ്റ്? സോ ഇതൊക്കെ നമുക്ക് ഈ ചോദ്യത്തിന്റെ അകത്ത് നമുക്ക് അറിയാൻ പറ്റും. വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ടുമോറോ? ഇപ്പൊ വേറെ ഒരാളോട് നമുക്ക് പ്ലാൻ ചെയ്യണം എങ്കിൽ, നമ്മുടെ കൂടെ പഠിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടോ ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ചോദ്യം ചോദിക്കാം, വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ടുമോറോ? ഓക്കെ, ആൻഡ് ഇന്നത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ടുഡേ? അങ്ങനെ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്, ഒരു വേർഡ് ലിസ്റ്റ് ആണ്. ഓക്കെ, കുറെ വേർഡ്സിന്റെ ലിസ്റ്റിംഗ് ആണ്. നമുക്ക് കറക്റ്റ് വേർഡ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കാം. ഓക്കെ, നോക്കാം. ആർ യു ഓൾ റെഡി? ഓക്കെ, ഈ ഒരു വേർഡ് കോൺട്രിബ്യൂട്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം സംഭാവന ചെയ്യുക. കോൺട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ സംഭാവന ചെയ്യുക. സോ വി കോൺട്രിബ്യൂട്ട് മണി. ഈ വേർഡ് വെച്ച് നമുക്ക് ഒരു സിമ്പിൾ സെന്റൻസ് ഉണ്ടാക്കാം. വി കോൺട്രിബ്യൂട്ട് money. Any other examples? നമുക്ക് കുറെ സെന്റൻസസ് കിട്ടുമോ നോക്കട്ടെ. We contribute money, we contribute for the poor, where we contribute our notebooks. Okay, any other? നമ്മൾ എന്തൊക്കെയാണ്? നമുക്ക് സിമ്പിൾ സെന്റൻസസ് ആണ് ഈ വേർഡ് വെച്ച് ഉപയോഗിക്കേണ്ടത്. We contribute, yes, you can come up. We contribute a lot of help to the poor. We contribute clothes for the poor. Okay, very good answer. We contribute, yes, yes, you can say more on. Yes, definitely. We contribute a lot of toys to the poor children. Yes, so you can give different examples. Very good answers. Okay, ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ എന്താണുള്ളത്? കീരി ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? മംഗൂസ്. അപ്പോൾ മംഗൂസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണെന്ന് പറയണം. ഈ 3 വേർഡ്സിൽ ഏറ്റവും കറക്റ്റ് സ്പെല്ലിംഗ് എന്താണെന്ന് ആരാ പെട്ടെന്ന് പറയാൻ നോക്കട്ടെ? മംഗൂസ് പറയാം നമുക്ക്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം, കമന്റ് ചെയ്യാം. സോ ഹൂസ് കമ്മിങ് വിത്ത് ആൻസർ? മംഗൂസ് എന്ന് വെച്ചാൽ കീരി. സെക്കൻഡ് വൺ ആണ്. യെസ്, ദ സെക്കൻഡ് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ. മംഗൂസ്, കറക്റ്റ്. ഇപ്പോൾ ഇവിടെ കെറസീൻ ആണ്. കെറസീൻ എന്ന് വെച്ചാൽ മണ്ണെണ്ണ. ഇതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്തായിരിക്കും? കറക്റ്റ് സ്പെല്ലിംഗ്, ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ. Kerosene. Yes, kerosene, correct answer. Very good, Rahul, coming up with the right answer. Good, correct. Kerosene, Kerosene, kerosene is correct. Very well answered. ഇനി നോക്കാം. Okay, who's ready with this? ഇതിനകത്ത് വെരണ്ട എന്നാണ്. വെരണ്ടയ്ക്ക് ആക്ച്വലി മലയാളത്തിൽ പറയുന്നത് വരാന്ത. ഓക്കെ, വരാന്ത. അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതായിരിക്കും എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലെറ്റ് മീ സീ ഹൂസ് ഡൂയിങ് ഇറ്റ് ഫസ്റ്റ്. Veranda. Yes, correct. Rahul doing excellent. Veranda. The first one is correct. Very good. All right. ഇനി നമുക്ക് ഇത് നോക്കാം. Generous. Okay, generous എന്നാണ് നമ്മുടെ വേർഡ്. Generous എന്ന് വെച്ചാൽ ഉദാരമായ. അപ്പോൾ who's going to come up with the correct answer? നോക്കട്ടെ, കറക്റ്റ് സ്പെല്ലിംഗ് ഇതിൽ ഏതായിരിക്കും നോക്കാം. ആൻസർ വന്നിട്ടുണ്ട്. Generous. Okay, it's again. Yes, very good, very well. All of you are trying. Very good try. Good. Okay, ഇനി നമുക്കൊരു പുതിയ വേർഡ് മനസ്സിലാക്കാം. പിക്ക് പോക്കറ്റ്. പലരും വന്ന് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് ഒക്കെ അടിച്ചുകൊണ്ട് പോകും. അപ്പൊ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്ന ആളിനെ നമ്മൾ എന്താ പറയുന്നത്? പിക്ക് പോക്കറ്റ്. ഒരു സെന്റൻസ് നോക്കാം. He picked my pocket. പിക്ക് പോക്കറ്റിൽ നിന്ന് സൂക്ഷിച്ച്
നടക്കുക അല്ലേ? റൈറ്റ്. ഇനി ഒരു വേറെ വേർഡ് നോക്കാം. വെഞ്ചർ. വെഞ്ചർ. അപ്പോൾ വെഞ്ചറിന് കുറെ മീനിങ്സ് ഉണ്ട്. ഓക്കെ, വെൻ യു ഓപ്പൺ ദ ഡിക്ഷണറി യു വിൽ ഫൈൻഡ് ഡിഫറെന്റ് മീനിങ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്ന് വെച്ചാൽ റിസ്കി ഓർ ഡെയറിംഗ് ജേർണി ഓർ അണ്ടർടേക്കിംഗ് ആണ്. നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ സെന്റൻസ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വെഞ്ചറിന് വേറെ മീനിങ്സ് ഉണ്ട്. യു ക്യാൻ ചെക്ക് ദ ഡിക്ഷണറി. അപ്പോൾ ചിലപ്പോൾ ഡെയറിംഗ്, കുറെ റിസ്ക് എടുത്ത് നമ്മൾ ഒരു കാര്യത്തിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ അതിന് നമ്മൾ വെഞ്ചർ എന്ന് പറയും. ഡു നോട്ട് വെഞ്ചർ ഔട്ട് ഡ്യൂറിങ് എ പാൻഡമിക്. ഇപ്പോൾ നമ്മളൊരു പാൻഡമിക്കിലാണ്. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് അധികം യാത്ര അല്ലെങ്കിൽ ലോക്ക്ഡൌണിൽ നിന്ന് പോകാൻ പാടില്ല എന്നുള്ളൊരു അർത്ഥം വെച്ചുള്ള ഒരു സെന്റൻസ് ആണ് ഇത്. ഡു നോട്ട് വെഞ്ചർ ഔട്ട് ഡ്യൂറിങ് എ പാൻഡമിക്. ഓക്കെ, വെരി ഗുഡ്. യെസ് വിൽ ബി ഡൂയിങ് ഫോർ മോർ. നൗ ഇനി നമുക്ക് ഡെയിലി ഇംഗ്ലീഷ് ഡോസ്. ഓക്കെ, ഡെയിലി ഇംഗ്ലീഷ് ഡോസിൽ കീപ് കാം ആൻഡ് ക്യാരി ഓൺ. നമ്മൾ കീപ് കാം ആൻഡ് ക്യാരി ഓൺ എന്ന് വെച്ചാൽ വളരെ കാമായിട്ടിരിക്കുക, ഒട്ടും ടെൻഷൻ എടുക്കാതെ ഇരിക്കുക, സമാധാനപരമായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ മുന്നേറുക. ഈ ഒരു മെസ്സേജാണ് നമ്മുടെ ഡെയിലി ഇംഗ്ലീഷ് ഡോസിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു. ഓക്കെ, ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അച്ഛൻ വീട്ടിലുണ്ടോ, നിങ്ങളുടെ അമ്മ വീട്ടിലുണ്ടോ, അല്ലെങ്കിൽ ബ്രദർ വീട്ടിലുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അവർ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ഇസ് ഹി അറ്റ് ഹോം? അദ്ദേഹം വീട്ടിലുണ്ടോ? ഇസ് യുവർ ഫാദർ അറ്റ് ഹോം? നിങ്ങളുടെ അച്ഛൻ വീട്ടിലുണ്ടോ? ഇസ് യുവർ മദർ അറ്റ് ഹോം? നിങ്ങളുടെ അമ്മ വീട്ടിലുണ്ടോ? അപ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്തായിരിക്കും? യെസ് ഹി ഈസ് അറ്റ് ഹോം, അല്ലെങ്കിൽ നോ ഹി ഈസ് നോട്ട് അറ്റ് ഹോം. വെരി സിമ്പിൾ ആൻസർ. യെസ് അല്ലെങ്കിൽ നോയിലും നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. യെസ് ദേ ആർ അറ്റ് ഹോം. ഓക്കെ, ഒന്നിൽ കൂടുതലാണെങ്കിൽ ദേ ആർ അറ്റ് ഹോം. വെരി കറക്റ്റ് ആൻസർ. ഷൈൻ, എക്സലന്റ്. സോ വെരി വെൽ ആൻസേർഡ്. ഓക്കെ, ഇപ്പോൾ ഒരാള് നമ്മളോട് പിണങ്ങിയിരിക്കുകയാണ്, നമുക്ക് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവരോട് ഞാൻ ചോദിക്കുകയാണ്, എന്നോട് പിണങ്ങിയിരിക്കുകയാണോ എന്ന് നമുക്ക് ചോദിക്കണം ഇംഗ്ലീഷിൽ. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ആർ യു ആംഗ്രി വിത്ത് മീ? എന്നോട് പിണങ്ങിയിരിക്കുകയാണോ? ആർ യു ആംഗ്രി വിത്ത് മീ? എന്നോട് പിണങ്ങിയിരിക്കുകയാണോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ യെസ് ആണെങ്കിൽ യെസ് ഐ എം ആംഗ്രി വിത്ത് യു, അല്ലെങ്കിൽ നോ ഐ എം നോട്ട് എന്ന് പറയാം അല്ലേ? അപ്പോൾ ദേഷ്യപ്പെട്ട ആള് വേറെ രീതിയിലൊക്കെ പ്രതികരിക്കും അല്ലേ? പക്ഷെ നമുക്ക് അറിയണം എന്താണ് ഒരാൾ നമ്മളോട് മിണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഈ ചോദ്യം ചോദിക്കാം, ആർ യു ആംഗ്രി വിത്ത് മീ? ഓക്കെ, ഗ്രേറ്റ്, നോ? ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ ദിവസം ഏതാണ്, ഇന്ന് ഏത് ദിവസമാണ് എന്ന് നമുക്കിപ്പോ ചോദിക്കണം ഇംഗ്ലീഷ്. എങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ് ടുഡേ? വാട്ട് ഈസ് ഇറ്റ് ടുഡേ? ഇന്ന് ഏത് ദിവസമാണ്? അപ്പോൾ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഇന്ന് ഏത് ദിവസമാണ്? It's a Sunday, correct. വേറെ ആൻസേഴ്സ്? ഇപ്പോൾ മൺഡേ ആണെങ്കിൽ ഓക്കെ, ടുഡേ is Sunday, very good. It's Monday, very good. Okay, it's Sunday, it's Monday, it's Tuesday, it's Wednesday. നമുക്ക് വീക്ക് ഡേയ്സ് ഏതാന്ന് വെച്ചാൽ അത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇറ്റ്സ് an amazing day എന്ന് പറയാം, ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ എന്ന് പറയാം, ഇറ്റ്സ് എ ഗുഡ് ഡേ. വിഷു നമ്മൾ പല രീതിയിൽ അവരെ നമുക്ക് വിഷും ചെയ്യാം, റൈറ്റ്? സോ വാട്ട് ഈസ് ഇറ്റ് ടുഡേ? ആ ദിവസം ഏതാണ്? സൺഡേ ആണോ, മൺഡേ ആണോ, ട്യൂസ്ഡേ ആണോ? അതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഹാവ് എൻ അമേസിംഗ് ഡേ എന്നൊരു കോംപ്ലിമെന്റ് തന്നിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ നമുക്ക് വേറെ ഒരാളോട് ചോദിക്കണം, നിങ്ങൾക്ക് അവരെ പേടിയാണോ, അവരെ ഭയമാണോ എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ഏത് ചോദ്യമായിരിക്കും ചോദിക്കുന്നത്? ആർ യു അഫ്രേഡ് ഓഫ് ദം? നിങ്ങൾക്ക് അദ്ദേഹത്തെ പേടിയാണോ, നിങ്ങൾക്ക് അവരെ പേടിയാണോ എന്നാണ് ചോദിക്കുന്നത്. ആർ യു അഫ്രേഡ് ഓഫ് ദം? അപ്പോൾ നമ്മൾ ശരിക്കും പേടിയുണ്ടെങ്കിൽ നമ്മൾ പറയും യെസ് ഐ ആം, അല്ലെങ്കിൽ നോ ഐ എം നോട്ട്, ഞാൻ ഒട്ടും പേടിക്കുന്നില്ല. ഓക്കെ, സോ ആർ യു അഫ്രേഡ് ഓഫ് ദം? ആർ യു അഫ്രേഡ് ഓഫ് ദം? കൂടെ കൂടെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ നമുക്ക് ഒരാളുടെ അവരുടെ ഒപ്പീനിയൻ എന്താണ്, അല്ലെങ്കിൽ അവരുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കണമെങ്കിൽ നമ്മൾ ഏത് ചോദ്യമാണ് ചോദിക്കുന്നത്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അപ്പോൾ ചിലർ പറയും ഓ മൈ ഒപ്പീനിയൻ ഇസ് വെരി ഗുഡ്, ഇറ്റ്സ് എക്സലന്റ്, അല്ലെങ്കിൽ ചിലർ പറയും ഐ ഹാവ് എ ബാഡ് ഒപ്പീനിയൻ. ഓക്കെ, എനിക്ക് അതിനെക്കുറിച്ച് അത്രയും നല്ല ഒപ്പീനിയൻ ഒന്നും അല്ല. ഐ ആം ന്യൂട്രൽ, എനിക്ക് അതിനെക്കുറിച്ച് നല്ലതും മോശമായിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരാം. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ എന്നാണ് ചോദ്യം. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ എന്ന് പറയില്ല. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ലൈക്ക് വാട്ട്സ് യുവർ നെയിം, ആ രീതിയിൽ തന്നെ ചോദിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ബുക്സ് കാണാനില്ല.
സോ അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരിക്കും? ഇതാരായിരിക്കും വായിക്കുന്നത്? ഒന്ന് വായിക്കാൻ പറ്റുമോ ആരെങ്കിലും? ഈ ചോദ്യം എങ്ങനെയായിരിക്കും വായിക്കുന്നത്? Where are my books? Where are my books? Correct. Where are my books? അപ്പോൾ ഒന്നിൽ കൂടുതലാണെങ്കിൽ where are my books? ഒരു ബുക്ക് മാത്രമാണെങ്കിലോ where is my book? Where is my book? സിംഗുലർ ആണെങ്കിൽ is ചേർക്കുക, പ്ലൂറൽ ആണെങ്കിൽ are ചേർക്കുക. ഇവിടെ ബുക്സ് എന്നാണ്. അപ്പോൾ where are my books? Where is my book? So where are my books? Your books are on the table. Your books are on the table. Or my books are on the table. സിംഗിൾ ബുക്ക് ആണ്, മൈ ബുക്ക് ഇസ് ഓൺ ദ ടേബിൾ. അങ്ങനെ ആൻസർ ചെയ്യാം. ഈസി. ഇപ്പോൾ ഒരാളോട് നമുക്ക് ചോദിക്കണം, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഒരു കാര്യം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ? നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയാമോ? അങ്ങനെ ചോദിക്കണമെങ്കിൽ ആർ യു അവെയർ ഓഫ് ദാറ്റ്? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ? ആർ യു അവെയർ ഓഫ് ദാറ്റ്? ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം. ആർ യു അവെയർ ഓഫ് ദാറ്റ്? ഓക്കെ, ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ ഇന്നത്തെ സെഷനെ കുറിച്ചോ? നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. If you have any doubts, you can clarify. We've tried to revise most of the content. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. Audio ആയിട്ടോ? No doubts. All doubts are clear. So, okay, നമുക്കപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ തന്നെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഐ ബിലീവ് നിങ്ങൾ നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്, അതിന്റെ റിസൾട്ട് നമ്മൾ കാണുന്നുണ്ട്. യു ഹാവ് ദ കോൺഫിഡൻസ് ടു കണ്ടിന്യൂ ആൻഡ് സ്പീക്ക് അപ്പ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്, ദാറ്റ്സ് റിയലി അമേസിംഗ്. അപ്പോൾ ബെസ്റ്റ് വിഷസ് ആണ് എല്ലാ പാർട്ടിസിപ്പൻസിനും. ആൻഡ് വിത്ത് ദാറ്റ് ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ അടുത്ത ആഴ്ച കാണുന്നതായിരിക്കും. So until we meet next time, it's bye bye, take care and watch more videos. കൂടുതൽ വീഡിയോസ് കാണുക, കൂടെ ഉറക്കെ വായിക്കുക, സംസാരിക്കുക and learn English quickly. Okay, all the best. Yeah, bye, take care. Okay.